വെൽക്കം ടു ആര്യരാജ്. കുറച്ച് പയർ മുറ്റുന്നില്ല, ഒന്ന് പറിക്കട്ടെ, ഞാൻ പറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. എല്ലാം പറിച്ചു തന്നിട്ട് കാണിച്ചു തരാവേ. ഈ പയറൊക്കെ ഒന്നിരാടം പറിക്കണം, ഇല്ലെങ്കിലേ അത് മുറ്റിപ്പോകും. പകലൊക്കെ എന്തോരു ചൂടല്ലേ, നിങ്ങളവിടെ ചൂടുണ്ട്? ഇവിടെ ഭയങ്കര ചൂട് കേട്ടോ, സഹിക്കാൻ വയ്യ. പുറത്തിറങ്ങാനോ വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റത്തില്ല കേട്ടോ. രാവിലെയാണ് ഞാൻ ഇറങ്ങി ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം. വെളുപ്പം രാവിലെ എഴുന്നേക്കും, എണീറ്റിട്ട് 7-7:30 മുമ്പേ വെള്ളം എന്നെ ഒഴിച്ച് കഴിയും. അല്ലെങ്കിൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. 11:30 മണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഭാഗത്തോട്ടൊന്നും വരാറേ ഇല്ല. പിന്നെ പുറത്തിറങ്ങി വരണമെങ്കിൽ വൈകുന്നേരം ആവണം, 4 മണിയാവണം. അതുവരെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അത്ര ചൂടാണ് ഇവിടെ. നിങ്ങളെവിടെയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ അതാ മഴ വരാറായി കേട്ടോ. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൃഷിക്കും എല്ലാത്തിനും നല്ല എളുപ്പമാണ് കേട്ടോ. ഇത് മൂന്നാമതൊക്കെ കാച്ചതുകൊണ്ടാണ് ഇത്ര ചെറുതായത്. ഇതൊക്കെ രണ്ടാമത് എന്നുവെച്ചാൽ 2, 3, 4 ഒരു 5 സ്റ്റെപ്പോട് വരെ ഇത് കായ്ക്കും കേട്ടോ. 5 സ്റ്റെപ്പ് വരെ കാച്ചി വരും. വൈകുന്നേരമാണ് ഇത് പറിക്കുന്നത്. അതേ പറിക്കാൻ പറ്റത്തുള്ളൂ, ഇല്ല പറിക്കാൻ പറ്റത്തില്ലെന്ന്, അത്ര ചൂടാ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ? എനിക്ക് ഇത് ഈ പയറൊക്കെ പറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മണ്ണ് കൊത്തി ഇളക്കിയിടണം. അതെനിക്ക് കുറച്ച് പച്ചക്കറി തൈ കിട്ടി കേട്ടോ. അത് ഞാൻ കുറേയൊക്കെ ഇന്നലെ നട്ടായിരുന്നു. ഇതാണ്ടോ ഇവിടെ നോക്കി, കണ്ടോ എന്നെ കണ്ടോ, ഇതൊക്കെ കണ്ടോ. ഞാൻ രാവിലെ നട്ടതാണ്, ഞാൻ പറഞ്ഞില്ലേ 2 ദിവസത്തിന് മുമ്പേ ഈ മണ്ണൊക്കെ കൊത്തി ഇളക്കിയിട്ട് ഇതിൽ കുമ്മായം ചേർത്തിട്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ കോഴിക്കാരവും ചാണകവും ചേർത്ത് ഇതെല്ലാം എടുത്ത് ഇവിടെ നട്ടു. ബാക്കി വേറെ പറിക്കാവേ. സന്ധ്യാവാറായി കേട്ടോ. സന്ധ്യമയങ്ങും നേരം, ഗ്രാമചന്ത പിരിയുന്ന നേരം, ബന്ധുരേ രാഗമെന്തി എന്തിനീ വഴി വന്നു. ഇനി അവിടെ തൊട്ട് ആറായി കേട്ടാ. വേണ്ട, ഇരുട്ടി തുടങ്ങി. പക്ഷികളും കിളികളും ഒക്കെ കൂടണയാൻ തുടങ്ങി. നമുക്കും കൂടണയാൻ സമയമായി. സന്ധ്യയ്ക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികയ്ക്കെന്തിനു വൈഡൂര്യം, കാട്ടാറിനെന്തിനു പാദസരം, എൻ കൺമണിക്കെന്തിനാഭരണം, സന്ധ്യയ്ക്കെന്തിനു സിന്ദൂരം. കണ്ടോ, ഇത്രയും പയറ് കിട്ടി. 2-3 ദിവസം നമുക്ക് ഉപയോഗിക്കാനുള്ള പയറ് കിട്ടി. ഇനിയേ നമുക്കേ ഒരു കൊലച്ച് നിൽക്കണം, അത് താന്ന് നിൽക്കുകയാണ്. എന്നും കുഞ്ഞുമോൾ എന്നോട് പറയും അതിൽ നിന്ന് തേൻ എടുത്ത് കൊടുക്കണം. നമുക്ക് എന്തായാലും തേനുണ്ടോ നോക്കാൻ പോകും. നമുക്ക് തേനുണ്ടോ നോക്കാം. തേനീച്ചയാണിത്. ഞാൻ നോക്കട്ടെ ആദ്യം. അടിപൊളി തേനി കേട്ടോ, സത്യം. അടുത്തുണ്ട് തേനീച്ചകൾ പറഞ്ഞു. ഇനി വന്ന് ക്ലോസ് അപ്പ് എടുത്തു കേട്ടോ. തേനീച്ചകൾ മൊത്തം തേനീച്ച, മൊത്തം തേനീച്ച തേനെടുത്ത് കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടാ. കണ്ടോ മക്കളെങ്ങനെ നോക്ക്, കണ്ടോ. ഇത് കൈ കൊട്ടുമോന്ന് എനിക്കൊരു പേടിയുണ്ട് കേട്ടാ, അത്രയ്ക്കിതാ. കുടിച്ചോ, ഇതാ. എന്തൊരു മധുരം. തേനീച്ച വേണ്ട, വലുത് തേനീച്ച, വലുതും ചെറുതായിട്ടുള്ള തേനീച്ച. എങ്ങനെയുണ്ട് തേനും തേനീച്ചയും പയർ പറിപ്പും എല്ലാം? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.